ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിയാസ് winderland. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വെജിറ്റബിൾ റെസിപ്പിയാണ്. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചേന ഫ്രൈഡ് റെസിപ്പിയാണ്. നോൺ വെജ് ടേസ്റ്റ് കിട്ടുന്ന ഒരു റെസിപ്പിയാണിത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി 2 കപ്പ് ചേന ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലോട്ട് മിക്സ് ആക്കി വെച്ച ചേന ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/4 ഭാഗത്തോളം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വന്നാൽ ഇത് കോരി മാറ്റാം. ഇനി ഇതിലുള്ള ബാക്കി വെളിച്ചെണ്ണയിൽ 3 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നാൽ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് ഒരു വലിയ പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചേന ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഒരു നോൺ വെജിൻ്റെ ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ.